ഏറ്റവും മിനിമം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ പരാജയപ്പെട്ടുപോയി, ഞങ്ങൾ തിരുത്തും, ജനങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളെല്ലാം പഠിക്കും എന്ന് പറയുമെന്നാണ് വിചാരിച്ചത്. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. പക്ഷേ എന്തുകൊണ്ടോ ഇവർ പഠിക്കുന്നില്ല. എനിക്ക് മനസ്സിലാകാത്തത്, ഇപ്പോൾ ഇവരെന്തെല്ലാം വർഗീയതകളാണ് ആരോപിക്കുന്നത്. അപ്പം ഒരു വശത്ത് പറയുന്നു RSSുമായി ഡീലുണ്ടാക്കി. ഏതാണ്? BJP രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ. ഈ ശ്രീ MP രാജേഷിന്റെ വാക്കിന്റെ മറുപടിയെങ്കിൽ എനിക്ക് മറുപടിയൊന്നുമില്ല. അദ്ദേഹമാണ് ആധികാരികമായിട്ട് പറഞ്ഞത് ഇത് വടകര ഡീലാണ്. വടകര ഡീൽ എന്ന് പറഞ്ഞാൽ എന്താ? വടകരയിലും UDF ജയിക്കുക, പാലക്കാടും UDF ജയിക്കുക എന്നുള്ളതാണ് ഡീലെങ്കിൽ കേരളം മുഴുവൻ ഡീലുണ്ട്. കാരണം ഞങ്ങളെല്ലാ മണ്ഡലത്തിലും മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ പറഞ്ഞ അപ്പം ശ്രീ MP രാജേഷ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിന്നാമിനിങ്ങിന്റെ ആയുസ് പോലും ഇല്ലാത്ത പ്രസ്താവനകൾക്കും പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾക്കും ഒന്നും ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് വിട്ടേരെ. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ KRP, കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഞാൻ ചോദിച്ചോട്ടെ ശ്രീ ഹാഷ്മി, ഏത് മേഖലയിലാണ് പാലക്കാട് UDFന് ഭൂരിപക്ഷം ഇല്ലാത്തത്? പാലക്കാട് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി UDFനെ വിജയിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ വിനയം ഉണ്ടാവുകയാണ്, ഞങ്ങൾക്ക് കൂടുതൽ എളിമ ഉണ്ടാകുകയാണ്. കാരണം വ്യക്തിപരമായി പറഞ്ഞാൽ എന്നെ പോലെ തുടക്കക്കാരന് പാലക്കാട് വലിയ അംഗീകാരം അവസരം തരികയാണ്. അപ്പോൾ എന്നെ അത് കൂടുതൽ വിനയാന്വതനാക്കി കൂടുതൽ ജനങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പം BJP സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വീട് കയറി വർഗീയത പറഞ്ഞ ഇടങ്ങളാണ് മുനിസിപ്പാലിറ്റി. ആ മുനിസിപ്പാലിറ്റിയിൽ UDFന് പാലക്കാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. BJP സ്ഥാനാർത്ഥി നേരിട്ട് പോയി സമരത്തിൽ പങ്കെടുത്ത സ്ഥലമാണ് മുനമ്പം. ആ മുനമ്പം പാലക്കാട് കൊണ്ടുവന്ന് കത്തിക്കാൻ നോക്കി. ആ മുനമ്പത്ത് കത്തുമോ എന്ന് നോക്കിയിരുന്ന ആ മേഖലയുണ്ടല്ലോ, ആ മേഖലയിലും UDFന് വലിയ ഭൂരിപക്ഷം. ഇനിയും CPM 2 പത്രത്തിൽ പരസ്യം കൊടുത്തിട്ട് വർഗീയതകളൊക്കെ വിടാൻ നോക്കിയല്ലോ, ആ മേഖലകളിലും വലിയ ഭൂരിപക്ഷം എനിക്കതിനെ യോജിപ്പില്ല. ഞാൻ അതിന് യോജിപ്പില്ല. UDF. അങ്ങനെ ഈ BJPയും CPM മത്സരിച്ച് വർഗീയത പറഞ്ഞ മേഖലകളിലെല്ലാം UDFന് ഭൂരിപക്ഷം. അതായത് തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്കും. അതായത് ഹിന്ദു ഭൂരിപക്ഷ മേഖല, ഇനി മതം പറയുന്നത് ശരിയല്ല, പാലക്കാടിന്റെ പൊതുവായിട്ടുള്ളൊരു വിധിയെ ഹിന്ദു ഭൂരിപക്ഷ മേഖല എടുത്തോ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖല എടുത്തോ, ഇസ്ലാം ഭൂരിപക്ഷ മേഖല എടുത്തോ, എല്ലാ ഭൂരിപക്ഷ മേഖലയിലും UDFന് സമഗ്രാധിപത്യം ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വർഗീയത കൊണ്ടൊക്കെയാ ജയിച്ചതെന്ന് എങ്കിലും അങ്ങയുടെ കുടുംബം നല്ല വിശ്വാസ കുടുംബമാണ്, എനിക്ക് നല്ല നേരിട്ടറിയുന്ന കുടുംബമാണല്ലോ. ഈ അങ്ങയുടെ കുടുംബത്തിൽ ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നൊരു വ്യവസ്ഥയെങ്കിലും ഉണ്ടോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അങ്ങനെയൊന്നുമില്ല, എന്റെ അറിവിലില്ല. വിശുദ്ധ ഖുറാനെ തൊട്ട് എന്റെ അറിവിലില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഖുറാനിൽ തൊട്ട് സത്യം ചെയ്യിച്ചു. ഞാൻ പറഞ്ഞത് ഇവരിങ്ങനെ പറയട്ടെ ശ്രീ ഹാഷ്മി, എനിക്ക് പ്രയാസമില്ല. കാരണം പാലക്കാടിന്റെ പൊതുവായ ജനവിധിയെ വർഗീയമായ ധ്രുവീകരണമാണെന്ന് ഇവർ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2026 തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാൻ ആരംഭിച്ചു. എന്നെ ജയിപ്പിക്കാനുള്ള പ്രവർത്തനം ഇവരും ആരംഭിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ അപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഒരു പത്രത്തിൽ പരസ്യം കൊടുത്തല്ലോ, എന്നിട്ട് ആ മേഖലയിൽ എന്തായി? ആ മേഖലയിൽ വലിയ ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ടായില്ലേ? ഇനിയും ഇവർക്ക് വേണ്ടിയിട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് ഒരുമിച്ച് ഇവരെ വർഗീയത പറയാൻ വേണ്ടിയിട്ട് പോയല്ലോ, ആ വീടുകളിൽ എന്തായി വോട്ട്? അവിടെ നമുക്ക് വലിയ ഭൂരിപക്ഷമല്ലേ. അതുകൊണ്ട് ഇവര് രണ്ടു കൂട്ടരും മത്സരിച്ച് വർഗീയത പറയട്ടെ. നിങ്ങൾ അതിര് കിടക്കുന്നു. അപ്പം ഒരു കാര്യമുള്ളത്, ഇപ്പൊ RSS വർഗീയത പറയുമ്പം എനിക്ക് ഇവരോടുള്ള ഒരു അഭ്യർത്ഥന, ഇവർ കേൾക്കാനൊന്നും സാധ്യതയില്ല. ഇപ്പൊ കേരളത്തിൽ CPM നയിച്ചുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കന്മാർ, ശ്രീ പിണറായി വിജയനും ശ്രീ MV ഗോവിന്ദനും, രണ്ടുപേർക്കും എൻ്റെ മൊത്തപ്രായത്തേക്കാൾ കൂടുതൽ രാഷ്ട്രീയ അനുഭവം, എൻ്റെ മൊത്തപ്രായത്തിന്റെ ഇരട്ടിയോളം വരും രാഷ്ട്രീയ അനുഭവം രണ്ടുപേരുടെയും. ആ രണ്ടുപേരോടുള്ള എൻ്റെ ഒരു അഭ്യർത്ഥന, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു എന്ന് പറയും. ഓർക്കുന്നുണ്ടെന്നറിയില്ല, സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന്റെ തൊട്ടു പിറ്റേ ദിവസം, അന്നൊരു ചർച്ചയില്ലല്ലോ, വേറൊരു സ്ഥാനാർത്ഥി ഫീൽഡ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാനെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ട് എനിക്ക് വേണ്ട, വർഗീയമായി ചിന്തിക്കുന്ന ഒറ്റ മനുഷ്യന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ SDPI, ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് എന്നാ ഐത്തം തുടങ്ങിയത്? മുക്കം മുനിസിപ്പാലിറ്റി തൊട്ടു മുമ്പത്തെ
അതായത് ഇപ്പം നടന്നതിന്റെ തൊട്ടുമുമ്പത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഭരിച്ചത് CPM-ഉം വെൽഫെയർ പാർട്ടിയും കൂടെ അല്ലേ? അന്ന് വെൽഫെയർ പാർട്ടി വിശുദ്ധ വെൽഫെയർ പാർട്ടിയാണ്. ഇനിയും ഇവിടെ ശ്രീ ജയിക്ക് ഞാൻ ചർച്ചയിലേക്ക് കിടക്കുന്നില്ല, അത് ശ്രീ റോജി എം ജോൺ തന്നെ മറുപടി പറയും. എനിക്കും വേറെ 1-2 പരിപാടികളുണ്ട്, മറ്റൊരു ദിവസത്തെ ചർച്ചയിൽ വിശദമായിട്ട് സംസാരിക്കാം. കോട്ടാങ്ങൽ ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെ ഇരിക്കുന്ന കോട്ടാങ്ങലിനെ പറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയെ പറ്റി ആധികാരികമായി എനിക്കും അങ്ങേക്കുമുള്ള അറിവ് വേറെ ആർക്കും ഇല്ലല്ലോ. നമ്മൾ രണ്ടും പത്തനംതിട്ടക്കാരാണല്ലോ. അപ്പം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഒന്നിച്ചല്ലേ പ്രകടനം നടത്തി SDP-യും CPM-ഉം കൂടെ? ഇവിടെ ഇപ്പോൾ SDPI പ്രകടനം നടത്തിയെന്ന് പറയുന്നു. ഇപ്പോൾ SDPIയുടെ പ്രകടനം നടത്താൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല, UDF-ന്റെ പ്രകടനത്തിന്റെ ഭാഗമായിട്ട് അവർ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഒരു സംഘടന അവര് പ്രകടനം നടത്തുന്നതിന് അത് നിരോധിക്കാൻ ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് പാലക്കാട് SP ആയിട്ടല്ല. അപ്പം SDPIയുടെ പ്രകടനം നിരോധിക്കപ്പെടേണ്ടതാണെങ്കിൽ അത് നിരോധിക്കേണ്ടുന്ന ഉത്തരവാദിത്തം പാലക്കാട് SP-യുടെ ആഭ്യന്തര വകുപ്പിൻ്റെതാണ്. അതെന്റെ പണിയല്ല. എന്നെ ജനങ്ങളുടെ ജനപ്രതിയായിട്ടാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പണി മാത്രമേ എനിക്ക് ചെയ്യാൻ ബാധ്യതയുള്ളൂ. അന്ന് ഒരുമിച്ച് പ്രകടനം നടത്തിയില്ലേ SDPIയും CPM കൂടെ ചേർന്നിട്ട്? അപ്പൊ ഞാനതുകൊണ്ട് ആ രാഷ്ട്രീയത്തിലേക്ക് ഒന്ന് കിടക്കുന്നത്. ഒറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇനിയും SDPI പിന്തുണയിൽ ജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണോ പാലക്കാട്? അങ്ങ് പറയും. പാലക്കാടിന്റെ മുനിസിപ്പാലിറ്റിയിൽ ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന് UDF-ന് ലീഡ് വരിക എങ്ങനെയുണ്ടാവുക? അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, BJPക്ക് വോട്ട് കുറഞ്ഞതിന് ഇങ്ങനെ കരയാതെ, BJP കരയുന്നത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? BJP എൻ്റെ ആഗ്രഹം നിങ്ങൾ BJPയോടൊപ്പം ചേർന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമതെത്താൻ കഴിയുമായിരുന്നു. നിങ്ങൾ BJPക്കൊപ്പം ചേർന്ന് നിങ്ങൾ ഒന്നിച്ച് നിങ്ങളുടെ ശബ്ദം ഒരേപോലെ ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾ മൂന്നാമത് പോകുന്ന സാഹചര്യം ഉണ്ടായത് വീണ്ടും. നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി.